ചായക്കട തേടി ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുന്നു. പൈതി ചായയും പൈതി പാതി. മൂന്നാറെത്തി വയനാട് ആ ബാത്റൂം ഒന്ന് പോയി തുറന്നു നോക്കിയാ. ഡോൾഫിൻ ആ വോട്ടിന് ബാക്കിൽ നോക്കി. മതമ്മമാർ കൊച്ചി തുറമുഖം എത്താനായി. തുറമുഖം മോനതിന് അന്ത്യല്ല കേട്ടോ. ഇളക്കാണ്ടാവും അങ്ങനെ പെടനാരോ. ഒരു വണ്ടി ഇടിച്ചു പോലീസ് വന്നു കൊച്ചിയിൽ പോലീസ് വന്നു. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ സീനല്ല വണ്ടിന്റെ ചാർജ് തള്ളാസ്. ഫാസ്റ്റിലെ ആദിത്യനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലം വരെ പോകേണ്ടതുണ്ട്. കൊണ്ടുപോകുമ്പോൾ ആവശ്യമായിട്ടുള്ള കഴിക്കാൻ വേണ്ടിയുള്ള നക്കുണ്ണികൾ വാങ്ങാനാണ് ഗൈസ് ഞാൻ പോകുന്നത്. ഇത്രയും നക്കുണ്ണികൾ കിട്ടിയിട്ടുണ്ട്. പൈസ ഡീലിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. എന്തോ അങ്ങോട്ടുണ്ട് റെഡി ആവാത്ത മാതിരി ഒരു തോന്നൽ. രാത്രി 10 മണിക്ക് ശേഷമാണ് പോണെങ്കിലും നമ്മള് നല്ല സാധനങ്ങളൊക്കെ പാക്കാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ കുളിക്കാത്ത ശീലം വളരെ കുറവായതുകൊണ്ട് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. 2 പാന്റ് 2 ഷർട്ട് ബാഗിലേക്ക് ഇടലാണ് ഇനി അടുത്ത പരിപാടി. ഗൈസ് വിജയകരമായി നമ്മളെ സാധനങ്ങൾ നമ്മളെ ബാഗിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഫ്യൂച്ചർ ആദിത്യനിലോട്ട് തന്നെ ഞങ്ങൾ പോയിക്കോട്ടെ. ഫ്യൂച്ചർ ആദിത്യൻ ഇയർ അബേണി ആയിട്ടുണ്ട്. നമ്മള് 3 ദിവസത്തേക്ക് വിട പറയുകയാണ് ഗൈസ്. ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഗൈസ്. 2025 ആദ്യത്തെ ട്രിപ്പാണ്. നമ്മള് വണ്ടിക്ക് വെയിറ്റിംഗ് ആണ്. ടീംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി കയറുകയാണ്. നമ്മളെ വണ്ടി വെയിറ്റ് ഒന്നും ഇടാത്തോണ്ട് ഇപ്പൊ ഒരു രസം ഉണ്ടാവില്ല. പാല് കുടിച്ചോണ്ടിരിക്കുന്ന പാൽക്കുപ്പി വേണം ഗൈസ്. നമ്മളെ എടപ്പാൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെങ്ങോട്ട് പോണപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, നമ്മള് മൂന്നാർ പോണ് ഗൈസ്. ദൂരെ നമ്മളൊരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ബാക്കി പരിപാടികൾ കാര്യങ്ങളൊക്കെ സാധിച്ച് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഗോ ടു മൂന്നാർ. നമ്മൾ ഉറക്കം കഴിഞ്ഞെങ്കിലും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചായക്കട തേടി ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുന്നു. ചായക്കട ഇവിടെ ഉണ്ടോന്ന്. ഇവിടുത്തെ വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡ്. ഈ സീബ്ര ലൈന് കടന്ന് അങ്ങോട്ട് കിടക്കണം. അവിടെയാണ് ചായക്കട ഉള്ളത്. ചായക്കട കണ്ടു ഗൈസ്. പൈതി ചായയും പൈതി പാതി. നല്ല മധുരമുള്ള ചായയും. അത് എങ്ങനെയായോ പല്ല് വെക്കാതെ ചായ അടിക്കും. റെഡ് ഓട്ടവട. നന്ദിക്കരയില് ഒരു ലോറി കിടക്കുന്നുണ്ട്. വണ്ടിപ്രാന്തന്മാരുണ്ടോയെങ്കിൽ നന്നാക്കി കൊണ്ടുപോയിക്കോളി ഗൈസ്. ബ്രെഡിന്റെ ഒക്കെ കോലം നോക്ക്. ചമ്മന്തി ഗൈസ്. നമ്മളിപ്പോ അടിമാല എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കണില്ല. നമ്മൾ ബ്രെഡ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിന് ആളുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് മണി സേവ് ചെയ്യും. മൂന്നാറെത്തി ഗൈസ്. നേരത്തെ അപ്പന്റെ ഇലത്തോട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഗൈസ്. മഞ്ഞൾ വയനാട് വ്ളോഗർ. വയനാട് വ്ളോഗർ നമ്മൾ മൂന്നാറിലെ ചില്ലടിച്ചോണ്ടിരിക്കുകയാണ്. നല്ലൊരു മഴ ഉണ്ടായി. മഴ ഇപ്പൊ പോയി. ഇപ്പൊ നല്ല തണുപ്പായി. ബസ്സിന്റെ ഒരു കളി തന്നെയാണ്. ബസ് കൊണ്ട് 5 സീനാണ്. പാട്ടോണ്ട് ഒന്നും പറയാല്ല. മൂന്നാറിലുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ട് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോഴും മൂന്നാറിൽ തന്നെയാണ്. കണ്ട് തീർന്നില്ല. അപ്പായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഒന്നും പറയാല്ല. നമ്മളെ അമ്മൂസിനെ ചിങ്കൂസിനെ കണ്ടിരുന്നു. അതാണ് നമ്മള് വയനാട് ബ്ലോഗറിനെ കണ്ട് ഒരുപാട് സംഭവം കണ്ടിട്ട്. എന്താ അറിയോ ചട്ടി രാത്രി ഫുഡ് നമ്മള് മൂന്നാറിൽ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. നല്ല കിണ്ണം കുരുമുളക് ഇട്ട പ്ലേറ്റ് ഗൈസ്. 11 മണിക്ക് കാപ്പി ഗൈസ്. 3-ാം ദിവസം നമ്മൾ മുട്ട തിന്നുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മൾ ചായ അടിക്കാൻ വേണ്ടി ചായ ഷോപ്പിൽ പോകുന്നു ഗൈസ്. കോസ്റ്റ്യൂം ഒക്കെ മാറ്റി നമ്മൾ ഫോട്ടോ വെച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ് ഗൈസ്. തുള്ളികൾ പൊഴിഞ്ഞിടും ഗൈസ്. മഴത് ഇതാണ്. ഈ സീറ്റില്ല. കൊടെടുത്ത് പോന്നാൽ മതി. ചോരുന്നുണ്ടെങ്കിൽ സീറ്റ് ഞാനായിട്ട് താങ്ങിയെത്തണേ. ഞാൻ വിട്ടാ പോവും. ആ ബാത്റൂം ഒന്ന് പോയി തുറന്നു നോക്കിയാ. വണ്ടി സ്റ്റാർട്ടായി ഗൈസ്. ഇപ്പിയാടാ തുറമുഖം എന്തൊക്കെ പറയും. തുറമുഖം എത്താനായി ഗൈസ്. തുറമുഖം ഇത് നീങ്ങണ്ടില്ലേ മോനതിന് അന്ത്യല്ല കേട്ടോ. പുഷ്പരാജിന്റെ വോട്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഡോൾഫിന് ആ വോട്ടിന് ബാക്കിൽ നോക്കി. ഡോൾഫിനാടാ മുതലേ ഏതാണ് ഈ തൂറ്റ
ആദിത്യ പറഞ്ഞ പെണ്ണാണ്. പേര് ആദിത്യല്ലോ, എന്റെ പേര് ആദിത്യൻ എന്നാണ്. ഗൈസ് ബോട്ട് യാത്ര കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ഗൈസ്? നമ്മളിങ്ങി വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഗംഭീര ബോട്ട് യാത്ര കഴിഞ്ഞ് ബോട്ട് വെച്ച് എത്തിയിരിക്കുകയാണ്. ഇളക്കാണ്ടാവും അങ്ങനെ പെടനാരി പോകും. ചേട്ടനോണ്ടാക്കിയാ അതൊന്നും അറിയില്ലേ? ഇവിടെ തോന്നെ മദാമ്മമാരൊക്കെ ഉണ്ട് ഗൈസ്. മദാമ്മമാര് വയസ്സാവരായി ഊഞ്ഞാലാടുകയാണ്. പാർക്ക് കയറിയില് ഇവർക്ക് ചീത്തൊക്കെ ഗൈസ്. 20 വയസ്സ്. അടുത്ത് മാസി. ഇവിടെ കുറെ ഗേൾസിന് പറ്റിയ ഉടുപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തിന് നമ്മളത് വാങ്ങണം? നമുക്ക് ആരുമില്ലല്ലോ ഗൈസ്. ഈ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു സംഭവം കണ്ടു. ഒരു വണ്ടി ഇടിച്ചു ഗൈസ്. ആരാ ഉത്തരവാദി എന്ന് പഠിച്ചവന് മാത്രം. മറൈൻ ഡ്രൈവിൽ തന്നെ വന്നിരിക്കുകയാണ്. പോലീസൊക്കെ ഉണ്ട് ഗൈസ്. ഇത്ര നേരമായിട്ട് ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അതുണ്ടോ? ആർക്ക് വേണ്ടി കാണിക്കും? 100 റുപ്യക്ക് ബിരിയാണി ഉണ്ടാവുന്ന സൂപ്പർ മാർക്കറ്റിൽ ഒരു ഹെവി ഫുഡ് കഴിക്കാൻ പോവാണ്. ബിരിയാണി എത്തി. നമ്മളെ നാട്ടിലത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയില്ലേ, അതാണ് ഇവിടുത്തെ ബിരിയാണി. മൂഞ്ചലാണ്, പക്ഷെ കുഴപ്പമില്ല. എരണ്ടന്റെ ആട്ടന് കൈവിലായി ഗൈസ്. കൈയൊക്കെ ഒരു വെള്ളം പോലില്ല ഇവിടെ. ബിരിയാണി കഴിച്ചതിന് ശേഷം ഐസ്ക്രീം പിടിപ്പിച്ചാൽ സീനായി. പോലീസ് ഒന്ന് ഗൈസ്, കൊച്ചിയിൽ പോലീസ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. ആൾക്കൂട്ടം ഗൈസ്, ആൾക്കൂട്ടം. സീനല്ല വണ്ടിന്റെ ചാർജ് കഴിഞ്ഞു ഗൈസ്. എന്താ സീന് വണ്ടി. ഹലോ, ടോപ്പായതാണ് ഇപ്പൊ. കൊച്ചിനോട് വിട പറയണ ഗൈസ്. ഓളുണ്ടാക്കി നമ്മളിവിടെ. ഒറ്റടിക്ക് നമ്മള് പെരയിലെത്തിയിരിക്കുകയാണ്. നല്ല സീനുണ്ട്. ഇനി ഒന്ന് കുളിക്കണം. ഇതൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി.